അന്നെ തോന്നിയ മാതിരി ജീവിക്കാൻ നമ്മൾ സമ്മതിക്കൂല. അനക്ക് എന്തിൻ്റെ ആടാണ്? ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ തീരുമാനിക്കും കേട്ടോ. ഈ കണ്ട ചെറുമി പണങ്ങളോടെ കൂത്താടി നടന്നടാ, എനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇല്ല എനിക്കൊന്നും നഷ്ടപ്പെടാം. എന്ത് വർത്താനാ പറയണത് മോളെ? ഇജ്ജ് ബേജാറാണ്ടട്ടാ. ആണുങ്ങളായാലേ പ്രേമം ഒളിച്ചോട്ടൊക്കെ ഉണ്ടാവും. ഇതൊരുമാതിരി എനക്ക് ഈ ചെറുക്കനെ തന്നെ കിട്ടിയോളൂടാ. ആ കിട്ടിയോളൂ, ഇവിടെ തന്നെ കിട്ടിയോളൂ. എന്തേ വിട്ടോ? ഞാൻ വേറെ കൊണ്ടത്തേടി. മോനെ ചെങ്കിലൊന്നാണ് ചോർത്തിതാവണ്ട, എനിക്കറിയാം എൻ്റെ വീട്ടുകാരെ കേട്ടാ. ചെക്കൻ കുഴപ്പമുണ്ടാക്കുമോ? അവൻ കയറി കുറ്റം വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. അതൊന്നും കുഴപ്പമില്ല. താൻ ആദ്യം കേസ് ചാർജ് ചെയ്ത് ആ ചെറുക്കൻ്റെ മൊഴി രേഖപ്പെടുത്താൻ നോക്ക്. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കണം. ആ ചെറുക്കനായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ വിവരം അറിഞ്ഞാനേ താൻ. ഇങ്ങനെ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. കലിയിലെ കാര്യങ്ങൾ നയപരമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളെ ചെക്കനെ കേടൊന്നും കൂടാതെ പുറത്തെത്തിക്കണ്ടേ? നിങ്ങൾ എന്താ ചെയ്തോട്. അസ്സലാമലൈക്കും. വെരി കേട്ടി. കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് ഇത് ഡീലാക്കണം. ഇക്കണക്കിന് പോയാൽ കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു തന്നെയാ തോന്നുന്നത്. ഈ ഗലിയിൽ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കുക. നിങ്ങൾ വരി, എനിക്കൊരു കാര്യം പറയാം. ചായ വരട്ടെ കയ്യിൽ? 2 ചായ കൂടി. നല്ല കലിയിലേ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എങ്ങനെ വരുന്നത് ഇങ്ങനെ എടുത്ത്? അതൊന്നും എനിക്കറിയണ്ട. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സമയമായി. ഒരാഴ്ചക്കുള്ളിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ പഠിക്കണ്ട? അല്ല, ഞാനിവിടെ ബഷീർ സാറിനെ കാണാൻ വന്നതാ. ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. പ്രൊജക്റ്റാ? പൊന്നാനി അങ്ങാടിയും പള്ളിയും സംബന്ധിച്ചുള്ള ഒരു പ്രൊജക്റ്റ്. എൻ്റെ പേര് അവിടെ തന്നെയാണ്. നമുക്ക് ചെയ്താലോ പ്രൊജക്റ്റ്? ഇർഫാൻ എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ ഒരാഴ്ചത്തേക്ക്? അതിനെന്താ, ഞാൻ ഒരാഴ്ച ഫ്രീ ആണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ വരാം. ഈ സാറിനെ കണ്ട രാവിലെ വലിയ വലിയ വിളക്കെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം. എനക്കെന്താടാ ചെറുമി പെണ്ണായിട്ട് മനുഷ്യൻ അന്തസ്സായിട്ട് നടക്കാൻ പറ്റാണ്ടായിക്കണ്. ഈ കുടുംബത്തിന് സാമ്പത്തിക ഇഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാൻ എൻ്റെ പുറപ്പാട്. ഓൻക്കെന്താ ഉണ്ടാക്കി വെച്ച് തിന്നണം പോണോ? കലീലേ, ജിമുണ്ടല്ലേ? ഇർഫോ, ഈ കലീൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാ? അനക്ക് ഓളായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല അമ്മ, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്ത്. അല്ലാണ്ട് ഓ, ഈ വലിയ പരസായ അല്ലടാ, അന്റെ കെട്ടും മട്ടും കണ്ടില്ലല്ലടാ പല തറവാടുന്ന സഹായം കിട്ടിയേ. ജെ പാസാക്കലിന്റെ അഞ്ചനായിട്ടാ. എന്നാ പ്ലാസാക്കല്ലിൽ ഒരു കാര്യം കേട്ടോളി, എനിക്ക് ഓളെ ഇഷ്ടമാണ്. ഞാൻ ഓളെ തന്നെ എനിക്ക് ആഴിക്കോളൂ കേട്ടാ. മഹലിൽ നിന്നാണെങ്കിൽ ആദ്യം എന്റെ പേരെന്നാവണം. എന്നാലും ഈ താനമാനങ്ങളൊക്കെ എന്നോട് നിൽക്കുള്ളൂ. എനിക്ക് പച്ച വെള്ളം കൊടുത്തു പോരുത്. മനസ്സിന്റെ മാനം കളയാനുണ്ട്. സമാധാനായില്ലപ്പോ?
ആദ്യം ഇർഫാൻ പറഞ്ഞപ്പോൾ തോന്നിയത് ഓൻ്റെ രസത്തിന് പറഞ്ഞാന്നാ. പക്ഷെ ഒരാഴ്ചത്തെ ഞങ്ങളുടെ യാത്രക്കിടെ എനിക്ക് മനസ്സിലായിരുന്നു ഇർഫാൻ മറ്റുള്ളവരെ പോലെ അല്ലാന്ന്. അതുകൊണ്ട് തന്നെയാ ജാതിയും മതവും ഒന്നും നോക്കാതെ ഓൻ്റെ കൂടെ പോവാൻ തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്ന് പോണ പോലെ. ആ, നിങ്ങൾ ടെൻഷൻ ആവാതെ. ഞാനൊരു കാര്യം പറയാം. ഇർഫാൻ ഇപ്പോൾ തൽക്കാലം വീട്ടുകാരോടൊപ്പം പോകും. അനന്തയെ നമുക്ക് സേഫ് സ്ഥലത്തേക്ക് മാറ്റാം. എന്നിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു വിധി മേടിക്കാം. ശരി. വിട്ടാ മതി. എന്നെ കൊണ്ട് കുറ്റാറ്റെടുക്കാൻ കഴിയൂല സാറേ. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് സമയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മൈസൂരിന്റെ മുന്നിലാണ് തുറന്ന് ഞാൻ പറഞ്ഞില്ല സാർ. ഇതുവരെ നീ കണ്ട പോലീസിനല്ല ഷിഹാബെ നീ കാണാൻ പോകുന്നു. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. വിശാല ഇവിടെ മതം മാറ്റും. നിനക്ക് പ്രേമിക്കാൻ വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ? ഇനി സമയം കളയണ്ട. കടലാസിലൊക്കെ ഒപ്പിടിച്ച് അവനെ വേഗം കോടതിയിൽ ഹാജരാക്കാൻ നോക്കും. ശരി ശരി. ആ ഇതേ നിന്റെ വിളിക്ക് കേട്ടോ. എൻ്റെ പേഴ്സണൽ നമ്പർ അറിയില്ലേ? ഞാൻ സെയ്ത് ബാബത്തങ്ങള് സാഹിബിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചില്ലേ? ആ ഇരിക്കി ഇരിക്കി. എന്ത് പോലാണ്ട എൻ്റെ എനിക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന നമ്മളെ കാര്യം വിട്. ചെമ്മച്ചിൻ്റെ കാര്യം ആലോചിക്കണ. ഏതാണ്ടോള് ഇതാണ്. എനിക്ക് വേറെ ആരും കിട്ടിയില്ല. ഇർഫോ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ പറയട്ടെ. ഇവിടെ പറയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ആ കിട്ടിയോളൂ, ഇവിടെ മാത്രം കിട്ടിയോളൂ. എന്ത് അങ്ങനെ അണിച്ചാ എനിക്ക് സെയ്ദിക്കാന്റെ അമ്മേന്റെ മോളില്ലേ നിങ്ങൾ കെട്ടിക്കോ. ഇർഫൻ ഞാൻ പറയുന്ന കേക്ക് വെളിച്ച് നോക്കുമ്പോൾ എന്ത് നല്ലതാ. ആയിക്കോട്ടെ. എന്താണ് ഇർഫൻ ഞാനൊന്ന് പറയുന്ന കേക്ക്? എന്ത് പറയാനാ നിങ്ങൾക്ക്? കുറച്ചു വന്നല്ലോ ഇക്കാന്ന് പറഞ്ഞോളാം. ഇർഫൻ ഞാൻ പറയണേ. എടോ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുവദിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അവരുടെ പാടായി. ഇവര് തമ്മിലിപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സാറ് വേണ്ട പോലെ ചെയ്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ മാക്സിമം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പണി കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നോക്കിക്കോ. ഓൻ്റെ താത്ത സെലീന. അല്ല ഞാൻ തിന്നൽ കുടിക്കലില്ല. സംഗതി ഓൻ ജൻസനൊക്കെ തന്നെ. പക്ഷെ ഓനിക്ക് ഭ്രാന്താണ്. കുറേ കാലം ആൽബൈന് അതിൻ്റെ പിന്നെ ആലങ്ങനെ പോവുക. ആ കഴിഞ്ഞപ്പോൾ വണ്ടി ഭ്രാന്ത്. ഇപ്പച്ചാണ് അല്ലാണേര് മോളെ. ഓൻ്റെ താത്ത ഇതുകൊണ്ട് പറയാം, ഓനിങ്ങനെ മാറിക്കൊണ്ടിക്കോ. തടി കഴിച്ചിലാക്കി കള. അല്ലച്ച് ബേജാറാണ്ടട്ടാ, ഇനി സമയമുണ്ട്. ഒന്നും ബേജാറാണ്. ഇർഫോ, മാമൻ പറഞ്ഞു ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ജി. ഇരിക്കി. എന്തെന്നാ പേര്? അനിത. അനിത. ഓനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഉഷാറാവും മോനെ.
സെലീന ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം അവനോട് പറയണ്ട കേട്ടോ, പ്രാർത്ഥന. അസ്രാങ്ക് കൊടുത്തില്ലേ? അല്ല നിങ്ങളിപ്പോ പള്ളിയിലേക്ക് പോണ്? പ്രായത്തിൻ്റെ പക്വത നീ കാണിക്കണം. ആ ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം? നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചെറുതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. നിന്റെ അഴിഞ്ഞാട്ടത്തിനെ സമ്മതിക്കില്ല. അതിന് ചന്ദ്ര ചാവണം. ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ അവന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ? ഇതെന്റെ തീരുമാനം. നീയൊക്കെ ആരാണെന്ന് എനിക്കറിയാടാ. ഗണേഷി ഇയാളെ പിടിച്ച് പുറത്തോട്ടോ. ചന്ദ്രബാ ഗണേഷി വരാൻ ഇങ്ങോട്ട് വാ. ഇവിടെ പാടും. എനിക്കിനി പെങ്ങളില്ല, നിന്റെ ആയിട്ടൊരു ബന്ധുല്ല. അവർക്ക് ഇനി പോലീസ് കുറച്ചുകൂടെ ഒരിക്കലാക്കി ഞാനിങ്ങോട്ട് വന്നേ. ഇയാളെ കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വാ. പേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നടക്കുതാനാ. മണിയർവാതിലെന്തിനപ്പോ പോലീസുകാരൻ പൊട്ടിയത്? നീ കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും? നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ എന്താ? ഒന്നുമില്ല, ഞാൻ വെളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്താ കാര്യം? മുട്ടുക്കിക്ക ഇങ്ങ രണ്ടാളും കടുംപിടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. ബച്ചനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ? അനക്ക് വന്നോ ഉപ്പാൻ വൈകുന്നു? ചെന്നും മുണ്ടാണ്ട് നിക്കർഫോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്ക് ഉപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. അവിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ ഇങ്ങിട്ടത് ചിലപ്പോ ഒന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ? ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തുന്ന വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്കണം. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചിയാ എന്താ എന്നോട് പറയാനുണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമൻ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിയും പേടിക്കണ്ട. പാപ്പ എല്ലാം സമ്മതിച്ചേക്കണേ. കേക്കണ്ട. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് താണ്ടിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചേരും. മറ്റോട്ടിട്ട് പോരെ. ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ, ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്ക്യൂ ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജ.
നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അനിതേനെ പറയല്ലേ അതൊക്കെ മാമന് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല മാമ, ഇനിയിപ്പോൾ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയ്. കേട്ടി? ഈ പോയിക്കോ. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ല. ശരിയോ? അല്ലേ നീ ഇന്ന് റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത് അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ലോ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. അവൾക്ക് പറ്റൂടോ? ഇല്ലേ? വിട്ടോക്ക്. നീ ഇപ്പോൾ ഒരക്കെ എന്നെ എതിർത്താലും ഞാൻ വരും. അബു കാര്യമൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ ഉമ്മക്കാരെയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഞാനും സെലീനും പോവാണ്. ഇജ്ജ് ഖലീലിനോട് വാ, ബാക്കിയൊക്കെ പെരേപ്പി പറയാ. सुमंगल हाँ सुमंगल हाँ बोल सुमंगल क्या काम करते हो? बेकरी. क्या? सीमेंट. क्या? सीमेंट का काम करता हूँ. बेकरी में या मिस्त्री? सीमेंट का काम करता हूँ. क्या? कहाँ से हो? असम का. हाँ? असम. असम से? आतंकवादी है तू? नहीं, असम का. अल्लाह तीव्रवादी. ചോദിച്ചോട്ടെ. സാർ ചോദിക്കട്ടെ. लाइसेंस दिखाओ. लाइसेंस. लाइसेंस दो. दे रहा हूँ. नहीं है मेरे पास लाइसेंस. लाइसेंस नहीं है? फिर क्यों गाड़ी चलाया तू? चूतिया बना रहा है? चूतिया लगता हूँ मैं? बोल. आईडी कार्ड दे. आईडी कार्ड नहीं है. आईडी कार्ड नहीं है? फिर किससे पूछकर गाड़ी चला? किसने दिया गाड़ी? मालिक ने दिया. मालिक का नंबर दो. देता हूँ. दे रहा हूँ. ഇപ്പൊ മനസ്സിലായ കേരള പോലീസിന് ഇന്ത്യ അറിയാന്ന്? നമ്പർ വാങ്ങണോ? നമ്പർ 9746 9746 412 412 223 223 3. ഇതിലും വലിയ എന്തൊക്കെ വൃത്തികളിൽ ഈ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അതല്ല, ഞങ്ങളുടെ കയ്യിലും അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഹറാസ് ചെയ്തിട്ടില്ല. എന്ത് വ്യക്തിപരം? ആ പയ്യനെ വെച്ച് സ്റ്റേഷൻ വളപ്പിലെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചെടുക്കല്ല അവന്റെ പണി. കുറെ കാലായില്ലേ തുടങ്ങിട്ട്. ആ ചെക്കൻ ഒരു അയ്യോ പാവായതുകൊണ്ടല്ലേ ഇനി എത്ര കേസുകൾ തെളിയാൻ കിടക്കുന്നു. അല്ല പിന്നെ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ച് നടന്നോ? ഡിപ്പാർട്ട്മെന്റ് അതിനെ നാണക്കേട്. സാറേ ഇനി കയറിക്കോട്ടെ. താനവിടെ പോയിരിക്കടോ. സാർ എത്ര നേരം സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നവരും പോയി കണ്ടല്ലോ. സമയമുണ്ട്, വിളിക്കാം. അവിടെ പോയിരിക്കേ. എന്ത് സമയമുണ്ടെന്നാണ് വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? ആ സാറേ, ആരാണോ അത്? സമയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ആ അവനകത്തേക്ക് വിട്. സാറേ സാർ എന്താടോ? ഒരു പരാതിയുണ്ട്. അഴിച്ചാടോ? സാർ സാർ ഓക്കെ, ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി?
23. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മൂപ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുമുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല സാറേ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയാലും സാറ് ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ജോലി എന്താ? ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണം അല്ല സാർ, ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടുകാരനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാ. നീ SC? അതെ. നീ മുസ്ലിം, മിശ്ര വിവാഹം, സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ് സാർ. എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവനെങ്ങോട്ട് വിട്. ശരി സാർ. സാർ, എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണമല്ലേ? ഒരാഴ്ചയിൽ പരിപാടി തുടങ്ങിയിട്ട്. സാറേ, ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടികളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാ. എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. നീ ഇരിക്കും. നിങ്ങൾ യാത്രകൾ പോകാറുണ്ടോ? ടൂറ്, ട്രിപ്പൊന്നും പോകാറില്ല? യാത്രകളെല്ലാം പോകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാം, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയല്ല എൻ്റെ ഒരു സ്റ്റൈല്. SCയിൽ നീ ഏതാ? എനിക്ക് ജാതിയൊന്നുമില്ലേ? അല്ല സർ, ജാതിയൊന്നും നോക്കിയിട്ടല്ല ഇഷ്ടപ്പെട്ടത്. ഓഹോ, അപ്പൊ ജാതിയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രേമം? സാർ, എൻ്റെ വീട്ടിൽ അനിതയുടെ ജാതി തന്നെ സാർ പ്രശ്നം. സാർ ഞങ്ങളെ സഹായിക്കണം. ഇതൊന്നും നടക്കില്ല. ഈ പുതുമോടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കും. സമയം എടുത്ത് ആലോചിച്ചാൽ മതി. ചെല്ല് സീമ, രണ്ടിനെ കൊണ്ട് അകത്തെടുത്ത്. എടോ പോടോ. ഇതൊന്നും ശരിയാവോ? നന്നാക്കട്ടെ. നന്നാക്കാൻ പോവാ സാർ. അതെന്താ ഇപ്പൊ പോയ കേസ്? പ്രേമം, മുടിഞ്ഞ പ്രേമം. ചെറുക്ക മുസ്ലിമും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ്. സാറിന് ചെക്കനെ മനസ്സിലായോ? നമ്മളെ ഗലീലിന്റെ അഞ്ചനാ. ഏത് ഗലീല്? പ്ലാസ ഗലീലിന്റെ. എന്താടോ? ചെക്കൻ്റെ ബാപ്പ വലിയ പള്ളി മാലിന്യ കമ്മിറ്റീൻ്റെ സെക്രട്ടറിയാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാകില്ല സാർ ഇതുപോലെ ഒരു പൊരുത്തം കെട്ട്. സാറിതൊന്നും വേണ്ട രീതി കൈകാര്യം ചെയ്തല്ലോ. വേണ്ടപ്പെട്ട കുടുംബം ഞാൻ വേണ്ടമാതിരി കണ്ടോളാം. ശരി. നാട് മുഴുവനും ടവറാ, എന്നിട്ട് ഓന് മാത്രം റേഞ്ച് ഇല്ല. ദേവോ, മുട്ടപ്പത്തിയൊക്കെ റെഡിയല്ലേ? ഇപ്പൊ എടുക്ക സാറേ. എന്നാൽ ആദ്യം 3-1 വെള്ളച്ചായ. ഓന് വെള്ളച്ചായ. അത് മറന്നു. ഇപ്പൊ കൊണ്ട് കുടിച്ചു. ജുബൈലേ, ഞാൻ എന്നെ വിളിച്ചതേ ഈ പ്ലാസ ഗലിയിൽ നമ്പർ പെട്ടെന്നൊന്നും SMS ചെയ്യും. അർജന്റാണേ. ഞാൻ കുറെ നേരം എന്നെ വിളിക്കണം.